33 നൃഗമോക്ഷം. ത്രേതായുഗത്തിന്റെ അവസാന കാലത്ത് നൃഗൻ എന്ന ദാനശീലനായ ഒരു രാജാവുണ്ടായിരുന്നു. ചോദിച്ചു വരുന്ന ബ്രഹ്മജ്ഞന്മാരായ ഉത്തമ ബ്രാഹ്മണർക്ക് അദ്ദേഹം പശുക്കളെ ദാനം ചെയ്തു പോന്നു. ഒരു ദിവസം അദ്ദേഹം അവസാനമായി ദാനം ചെയ്ത പശുവിനെ ബ്രാഹ്മണൻ പുഴക്കരയിലെ ഒരു കുറ്റിമേൽ കെട്ടി പുഴയിൽ കുളിക്കാനിറങ്ങി. പശുവാവട്ടെ കുറ്റി പറിച്ചുകൊണ്ടുകൂടി മുൻപത്തെ പോലെ രാജാവിന്റെ തൊഴുത്തിൽ ചെന്ന് നിൽപ്പായി. നവജാതയായ കിടാവും തള്ളയുടെ കൂടെ അവിടെ എത്തി. ആ സമയത്ത് ധാർമ്മികനായ ഒരു വൃദ്ധബ്രാഹ്മണൻ തനിക്കും ഒരു പശുവിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ച് രാജാവിന്റെ മുൻപിൽ വന്ന് നിന്നു. എല്ലാ പശുക്കളെയും കൊടുത്തു പോയല്ലോ, ഇനി നാളെ പുതിയ പശുക്കളെ കൊണ്ടുവരുമ്പോഴല്ലേ ബ്രാഹ്മണന് കൊടുക്കാൻ കഴിയൂ. ഇല്ലെന്ന് പറയേണ്ടി വരുന്നതിനേക്കാൾ ഏറെ സങ്കടം മറ്റെന്തുണ്ട് എന്ന് വിചാരിച്ച് രാജാവ് വിഷാദിച്ചു. അപ്പോൾ പശുപാലകന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, പ്രഭോ, പുതുതായി പെറ്റ ഒരു പശു കൂടി നമ്മുടെ തൊഴുത്തിൽ നിൽപ്പുണ്ട്. രാജാവിന് സന്തോഷമായി. ആദ്യത്തെ ബ്രാഹ്മണന് താൻ ദാനം ചെയ്ത പശുവാണ് അത് എന്നറിയാതെ അദ്ദേഹം തൊഴുത്തിൽ നിന്ന് പശുവിനെ കൊണ്ടുവരുവിച്ച് രണ്ടാമത്തെ ബ്രാഹ്മണന് ഉദകപൂർവ്വം ദാനം ചെയ്തു. ആദ്യത്തെ ബ്രാഹ്മണൻ പുഴയിൽ മുങ്ങി നിവർന്നപ്പോൾ കുറ്റിമേൽ കെട്ടിയിരുന്ന പശുവിനെ കണ്ടില്ല. പശുവിന് ചില വിശിഷ്ട ലക്ഷണങ്ങളുള്ളതായി അദ്ദേഹം കണ്ടുവച്ചിരുന്നു. വെളുപ്പും കറുപ്പും ചുവപ്പും നിറത്തിലുള്ള വലിയ പുള്ളികളുള്ള ശബളയായ ആ പശുവിന്റെ മഷി എഴുതിയതുപോലെ കറുത്തു വിരിഞ്ഞ് സുന്ദരങ്ങളായ കണ്ണുകളും വെളുത്ത ഗോപിക്കുർ തൊട്ടതുപോലെ പൊട്ടോടുകൂടിയ നെറ്റിയും തൂവെള്ള നിറത്തിലുള്ള അകിടുണ്ടായിരുന്നു. കൂർത്ത് അഴകേറിയ കൊമ്പുകൾ വട്ടത്തിൽ വളഞ്ഞ് തമ്മിൽ കൂട്ടിത്തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലാണ് നിന്നിരുന്നത്. ഇത്രത്തോളം ശുഭലക്ഷണങ്ങളുള്ള ഒരു പശുവിനെ ദാനം കിട്ടിയതിൽ സന്തോഷിച്ച ബ്രാഹ്മണൻ പശു കൈവിട്ടു പോയതിൽ വല്ലാതെ വ്യസനിച്ചു. അദ്ദേഹം മുങ്ങിക്കയറിയ പാടെ തലതോർത്ത് പോലും ചെയ്യാതെ ഓടിവന്ന് നോക്കിയപ്പോഴുണ്ട് തന്റെ പശുവിനെ മറ്റൊരു ബ്രാഹ്മണൻ കയറ് പിടിച്ച് നടത്തിക്കൊണ്ടുപോകുന്നു. ആദ്യത്തെ ബ്രാഹ്മണൻ ചുണ്ടിയെടുത്ത് രണ്ടാമത്തെ ബ്രാഹ്മണനെ തടഞ്ഞു നിർത്തി. ഏയ്, നിങ്ങൾ എന്താ അതിക്രമ കാണിക്കുന്നത്? ഞാൻ പുഴക്കരയിൽ കുറ്റിമേൽ കെട്ടിയിട്ടിരുന്ന എന്റെ പശുവിനെ നിങ്ങൾ അഴിച്ചോണ്ട് പോവേ? ആഹാ, ഇത് കളവ് തന്നെയാണ്. രണ്ടാമത്തെ ബ്രാഹ്മണനും ദേഷ്യം വന്നു. ഞാൻ നിങ്ങളുടെ പശുവിനെ കട്ടിട്ടില്ല, എനിക്ക് മഹാരാജാവ് തന്ന പശു അത്. ലക്ഷണമൊത്ത ഈ പശുവിനെ കിട്ടിയത് എന്റെ ഭാഗ്യാണ്. സുകേശിനിമാരുടെ തലമുടി പോലെ അറ്റം ചുരുണ്ട് കിടക്കുന്ന ഇതിന്റെ രോമനിബിഡമായ വാല് കണ്ടുവോ? ഒരു പറപ്പാലി പശു ചുരത്തി തരുമെന്ന് ലക്ഷണങ്ങളെല്ലാം നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. ആദ്യത്തെ ബ്രാഹ്മണൻ സമ്മതിച്ചില്ല. ഈ ലക്ഷണമൊത്ത പശുവിനെ മഹാരാജാവ് എനിക്ക് ദാനം തന്നതാണ്. ഇതിന് പുഴക്കരയിൽ ഒരു കുറ്റിമേൽ കെട്ടിയിട്ട് ഞാൻ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. മുങ്ങി നിവർന്ന് നോക്കിയപ്പോൾ പശുവിനെ കണ്ടില്ല. ഞാൻ പരിഭ്രമിച്ച് ഓടി വരികയാണ്. രണ്ടാമത്തെ ബ്രാഹ്മണൻ തനിക്ക് മഹാരാജാവ് ദാനം തന്ന പശുവാണിതെന്ന വാദത്തിൽ ഉറച്ചു നിന്നു. രണ്ട് ബ്രാഹ്മണരും തമ്മിൽ വലിയ തർക്കമായി. ലക്ഷണയുക്തമായ പശുവിനെ കൈവിടാൻ രണ്ടുപേരും ഒരുക്കല്ലായിരുന്നു. അവസാനം ബ്രാഹ്മണർ തർക്കം മഹാരാജാവിന്റെ മുൻപിൽ എത്തിച്ചു. അപ്പോഴാണ് തനിക്ക് പിണഞ്ഞ അബദ്ധം രാജാവിന് മനസ്സിലായത്. അദ്ദേഹം രണ്ടാമത്തെ ബ്രാഹ്മണനോട് പറഞ്ഞു, ഇദ്ദേഹം പറയുന്നത് ശരിയാണ്. ഞാൻ ഈ പശുവിനെ ഇദ്ദേഹത്തിന് ദാനം ചെയ്തതാണ്. പിന്നെ എങ്ങനെയോ അത് തൊഴുത്തിൽ തന്നെ വന്നു നിന്നിട്ടുള്ളതാവാം. അതറിയാതെ ഞാൻ അങ്ങേക്കും ഇതിനെ ദാനം ചെയ്തു. രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഞാൻ കൊമ്പുകളും കുളമ്പുകളും സ്വർണം കൊണ്ട് കെട്ടിച്ച 1000 പശുക്കളെ തരാം. അത് സ്വീകരിച്ച് നിങ്ങളിൽ ഒരാൾ ഈ പശുവിനെ മറ്റേയാൾക്ക് കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ട് ബ്രാഹ്മണനും അതിലൊരുക്കായിരുന്നില്ല. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഈ പശു കൊമ്പുകളും കുളമ്പുകളും സ്വർണം കൊണ്ട് കെട്ടിച്ച 1000 പശുക്കളെക്കാൾ വില പിടിച്ചതാണെന്നും അതിനെ കൈമാറിയില്ലെന്നും രണ്ടുപേരും തീർത്തു പറഞ്ഞു. രാജാവ് കുഴങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ലക്ഷണമൊത്തതെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ച ഈ അവലക്ഷണം പിടിച്ച പശു അങ്ങയുടെ കൊട്ടാരത്തിലെ തൊഴുത്തിൽ തന്നെ നിൽക്കട്ടെ, ഞങ്ങൾ പോകുന്നു. ഒരിക്കൽ ഒരാൾക്ക് കൊടുത്തത് മടക്കി വാങ്ങിയ പാപിയായ അങ്ങ് ഓന്തായി തീരട്ടെ എന്ന് രണ്ട് ബ്രാഹ്മണരും കൂടി രാജാവിനെ ശപിച്ചു. രാജാവ് ബ്രാഹ്മണരുടെ കാൽക്കൽ വീണ് ശാപമോക്ഷം യാചിച്ചു. അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു, അങ്ങൊരു കാര്യം ഏതു നേരവും മനസ്സിലോർക്കണം. ബ്രഹ്മജ്ഞനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. പൂണൂലിട്ടിട്ടുള്ള ഉദരഭരികൾ എല്ലാവരും ബ്രാഹ്മണരല്ല. അർത്ഥമറിയാതെ വേദം പഠിച്ചുരുവിട്ട് അത് സുഖഭോഗ സമ്പാദ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവനും ബ്രാഹ്മണനല്ല. ഗൃഹസ്ഥധർമ്മങ്ങളെ അനുഷ്ഠിച്ച് വേദാധ്യയനവും അധ്യാപനവും പ്രതിഫലേച്ഛ കൂടാതെ അനുവർത്തിക്കുന്നവരും ബ്രാഹ്മണത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവനുമാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ളവരുടെ ശാപം ഫലിക്കുക തന്നെ ചെയ്യും. എന്തായാലും അങ്ങ് അപരാധിയല്ലെന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ശാപമോചനം തരാം. ദ്വാപരയുഗാവസാനത്തിൽ വിഷ്ണു ഭഗവാൻ മധുരാപുരത്തിൽ ശ്രീകൃഷ്ണനായി അവതരിക്കും. വാസുദേവകൃഷ്ണൻ തൊടുന്നതോടെ അങ്ങയ്ക്ക് ശാപമോക്ഷം കിട്ടും. നിരപരാധിയാണെങ്കിലും അതറിയാതെ ചെയ്തുപോയ തെറ്റിന്റെ ഫലമായി നൃഗരാജാവ് ഭീമാകാരനായ ഒരു ഓന്തായി മാറി. ദ്വാരകയിലെ രാജധാനിയുടെ അടുത്തുള്ള കാട്ടിൽ വെള്ളമില്ലാത്തൊരു പൊട്ടക്കിണറ്റിന്റെ അടിയിലെ പാറപ്പുറത്ത് ഊണും ഉറക്കവുമില്ലാതെ മഴയും മഞ്ഞും വെയിലുമേറ്റ് നൃഗരാജാവ് ത്രേതായുഗത്തിന്റെ അവസാനം മുതൽ ദ്വാപര യുഗാന്ത്യം വരെ കിടന്നു. കൃഷ്ണൻ തനിക്ക് ശാപമോക്ഷം തരുമെന്ന വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയത്. കൃഷ്ണൻ ഒരു ദിവസം സാത്യകി, ഉദ്ധവൻ, അക്രൂരൻ മുതലായ കൂട്ടുകാരോടൊന്നിച്ച് വെറുതെ കാട്ടിൽ നടക്കാനിറങ്ങിയപ്പോൾ സാത്യകി പൊട്ടക്കിണറും അതിനുള്ളിൽ കിടക്കുന്ന ഓന്തിനെയും കണ്ടെത്തി. കൃഷ്ണ, ഇതാ കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത കിണറ്റിൽ പെരുത്തൊരു ഓന്ത് എങ്ങനെയോ പെട്ടുപോയിരിക്കുന്നു. പാവം, നമുക്കതിനെ കരക്കി കയറ്റാം. പുല്ലുകളും വള്ളികളും കൂട്ടിപ്പിടിച്ച് ഒരു കയർ കെട്ടിയുണ്ടാക്കി സാത്യകിയും മറ്റു കൂട്ടുകാരും കൂടി ഓന്തിന്റെ കഴുത്തിൽ കുടുക്കിട്ടു. ആരെങ്കിലും പിടിക്കാൻ ചെന്നാൽ ഓന്തുകൾ നിസ്സഹായരായി പരക്കം പായാറുണ്ടെങ്കിലും ഓന്തിന്റെ രൂപമുള്ള നൃഗരാജാവ് കഴുത്തിൽ കുടുക്ക് വീഴുന്നതുവരെ അനങ്ങാതെ കിടന്നു. ഭീമാകാരനായ ഓന്തിനെ കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റി കിണറിന്റെ പുറത്തെത്തിച്ച് യാദവന്മാർ കൃതാർത്ഥരായി. കൃഷ്ണൻ ഓന്തിന്റെ അടുത്തു ചെന്ന് അതിന്റെ പുറത്ത് പതുക്കെ തലോടി. പെട്ടെന്ന് ഓന്തിനെ കാണാതെയായി. ആ സ്ഥാനത്ത് യുവാവും സുന്ദരനുമായ ഒരു രാജാവ് പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണനൊഴിച്ച് എല്ലാവരും അമ്പരന്ന് നിൽക്കുന്നത് കണ്ട് നൃഗരാജാവ് താൻ ഓന്തായി തീരാനുള്ള കാരണം വിവരിച്ചു.
സാഷ്ടാംഗം നമസ്കരിച്ച് അദ്ദേഹം തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ബ്രഹ്മജ്ഞന്മാരായ ഉത്തമ ബ്രാഹ്മണരെയും മുനിമാരെയും പിണക്കുന്നത് ആപൽക്കരമാണെന്ന് കൃഷ്ണൻ കൂട്ടുകാർക്ക് പറഞ്ഞുകൊടുത്തു. ഭാവിയിൽ യദുവംശം നശിക്കുന്നതും അതുകൊണ്ടായിരിക്കുമെന്ന് ഭഗവാൻ കൂട്ടിച്ചേർത്തു. 34. പൗണ്ഡ്രക വാസുദേവന്റെ കഥ. പുണ്ഡ്രകം എന്ന നഗരത്തിൽ വീരസേനൻ എന്ന രാജാവും പത്നി വിജയസേനയും വിവാഹിതരായി വളരെ കാലം കഴിഞ്ഞ ശേഷം അവർക്ക് ഒരു ഉണ്ണി ജനിച്ചു. വിഷ്ണു ഭഗവാന്റെ 1000 പേരുകളിൽ ഒന്നായ വാസുദേവൻ എന്നാണ് അവർ ഉണ്ണിക്ക് പേരിട്ടത്. അവർ ഉണ്ണിയെ വളരെ ലാളിച്ചു വളർത്തി. വാസുദേവന് കൂട്ടുകാരായി കുറച്ചു ബാലകന്മാരുണ്ടായിരുന്നു. മന്ത്രികുമാരന്മാരും സേനാനായക പുത്രന്മാരുമായ അവർ വൃന്ദാവനത്തിലും മധുരാപുരിയിലും ദ്വാരകയിലുമുള്ള വാസുദേവകൃഷ്ണന്റെ അദ്ഭുത ചരിതങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ചങ്ങാതിമാർ പൗണ്ഡ്രകദേവ വാസുദേവന് പറഞ്ഞുകൊടുത്തു. ദ്വാരകയിൽ ഒരു വാസുദേവനുണ്ട്. കൃഷ്ണൻ എന്നും അവനെ ആളുകൾ വിളിക്കുന്നുണ്ട്. വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുകയാണ് ആ തെമ്മാടി. അവൻ ശ്രീമന്നാരായണന്റെ അവതാരമൊന്നുമല്ല. യഥാർത്ഥത്തിൽ അങ്ങാണ് വിഷ്ണു ഭഗവാന്റെ അവതാരമായ വാസുദേവൻ. അവന്റെ കാപട്യം നമ്മൾ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. നമുക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. കുട്ടിക്കാലം മുതൽക്ക് സേവകന്മാരുടെ ഈ അഭിപ്രായം കേട്ടുകേട്ട് പൗണ്ഡ്രക വാസുദേവൻ അത് പരമാർത്ഥമാണെന്ന് ധരിച്ചു. ഭഗവാന്റെ ലക്ഷണങ്ങൾ മുഴുവനും തനിക്ക് ഉണ്ടെന്നും വരുത്തി തീർക്കാൻ അയാൾ നെഞ്ഞത്ത് പൊള്ളിച്ച് അത് ശ്രീവത്സം എന്ന മറുകാണെന്നും വളരെ വിലപിടിച്ച ഒരു രത്നം വാങ്ങി കഴുത്തിലണിഞ്ഞ് അത് കൗസ്തുഭമാണെന്നും ഇരുമ്പുകൊണ്ട് ചക്രാകൃതിയിൽ ഒരു ആയുധം പണി കഴിപ്പിച്ച് അത് സുദർശന ചക്രമാണെന്നും വിശ്വസിച്ചു. ഒരു ഇരുമ്പ് ഗത കയ്യിൽ പിടിച്ച് അത് കൗമോദകീ ഗതയാണെന്നും സങ്കല്പിച്ചു. വനമാലയും മഞ്ഞപ്പട്ടും പൊന്നിൻ കിങ്ങിണിയും മയിൽപീലിയുമെല്ലാം വാസുദേവകൃഷ്ണനെ പോലെ ഭംഗിയിൽ അണിഞ്ഞു. എന്നിട്ട് ശ്രീമന്നാരായണന്റെ അവതാരമാണ് താനെന്ന ഭാവത്തിൽ പുഞ്ചിരിയോടെ ആളുകളെ അനുഗ്രഹിക്കാനും മറ്റും തുടങ്ങി. ബലരാമൻ ഗോകുലത്തിൽ മധുരയും മധുരാക്ഷിയുമായി ഉല്ലസിച്ചു കഴിയുന്ന കാലത്ത് ദ്വാരകയിൽ രസകരമായ ഒരു സംഭവമുണ്ടായി. സേവകന്മാരുടെ ഉപദേശപ്രകാരം മൂഢനായ പൗണ്ഡ്രക വാസുദേവൻ ഒരു ദൂതനെ ദ്വാരകയിലേക്ക് അയച്ചു. ദൂതൻ സഭയിൽ വന്ന് കൃഷ്ണനോട് പറഞ്ഞു, എന്റെ പ്രഭുവും മഹാവിഷ്ണുവിന്റെ അവതാരവുമായ ശ്രീവാസുദേവ ഭഗവാൻ പറഞ്ഞയച്ചു വന്നതാണു ഞാൻ. ഭഗവാൻ അരുളി ചെയ്യുന്നു, ഞാനാണ് ശ്രീമന്നാരായണന്റെ അവതാരം. എനിക്ക് നാരായണന്റെ എല്ലാ ചിന്തകളുമുണ്ട്. നീ കപട വാസുദേവനാണ്. എന്റെ ചിഹ്നങ്ങൾ നീ വ്യാജമായി ധരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. മധുരാപുരിയും വൃന്ദാവനവും ദ്വാരകയും എല്ലാം എന്റെയാണ്. ഞാൻ അവിടെ വന്ന് അതെല്ലാം പിടിച്ചടക്കണോ, അതോ നീ ഇവിടെ വന്ന് എല്ലാം എന്റെ മുൻപിൽ സമർപ്പിച്ച് ക്ഷമ ചോദിക്കാൻ ഒരുക്കാണോ? ദൂതന്റെ വാക്കുകൾ കേട്ട് യാദവ സഭയിലുള്ളവരെല്ലാം പൊട്ടിച്ചിരിച്ചു. ദൂതൻ പ്രഭുവിനെ പോലെ തന്നെ മൂഢനായി മിഴിച്ചു നിന്നു. അപ്പോൾ കൃഷ്ണൻ കാരുണ്യസ്മിതത്തോടെ ദൂതനോട് പറഞ്ഞു, ഭഗവാനോട് ചെന്ന് പറയൂ, ശ്രീവാസുദേവൻ അരുളി ചെയ്തത് സത്യമാണ്. ഞാനല്ല യഥാർത്ഥത്തിൽ ശ്രീമന്നാരായണൻ, അങ്ങ് തന്നെയാണ്. എന്നാൽ അത് വെറുതെ തീരുമാനിച്ച പോരല്ലോ. ഞാൻ ചെറിയൊരു സൈന്യത്തെയും കൊണ്ട് അങ്ങോട്ട് വരാം. നമുക്ക് യുദ്ധം ചെയ്ത് ആരാണ് ശരിയായ വാസുദേവനെന്ന് തീർച്ചപ്പെടുത്താം. ശ്രീമന്നാരായണന്റെ അവതാരമാണെങ്കിൽ അങ്ങ് യുദ്ധത്തിൽ തോൽക്കുകയില്ല. ഞാൻ തോറ്റു പിൻവാങ്ങുകയും ചെയ്യും. അങ്ങേക്ക് സുദർശന ചക്രം അയച്ച് എന്നെ 1000 നുറുങ്ങാക്കി തീർക്കാനും കഴിയുമല്ലോ. സഭയിലുള്ളവരുടെ ചിരികൾക്കിടയിൽ കൃഷ്ണൻ സാത്യകിയെ വിളിച്ച് ഒരു ചെറിയ സൈന്യത്തെ ഒരുക്കി നിർത്താൻ ഏൽപ്പിച്ചു. മുൻപേ ചെന്ന് വിവരം പറയാൻ ദൂതനെ അയക്കുകയും ചെയ്തു. ദൂതൻ പോയി പിന്നാലെ തന്നെ ദാരുകൻ തെളിയിക്കുന്ന തേരിൽ കയറി കൃഷ്ണൻ പൗണ്ഡ്രക വാസുദേവന്റെ പുരത്തിലേക്ക് ചെന്നു. അപ്പോഴേക്കും പൗണ്ഡ്രക വാസുദേവനും യുദ്ധത്തിനൊരുങ്ങി പടക്കളത്തിലെത്തിയിരിക്കുന്നു. നല്ലവണ്ണം വെളുത്ത ശരീരത്തിൽ നീലച്ചായം തേച്ച് കിരീടത്തിൽ മയിൽപീലികൾ ചൂടി ശ്രീവത്സാങ്കിത വക്ഷവും കൗസ്തുഭാലങ്കൃതമായ കണ്ഠവും വനമാലയണിഞ്ഞ മാർവിടവും മഞ്ഞപ്പട്ടുടുത്ത അരക്കെട്ടുമായി കനത്ത ഇരുമ്പുചക്രവും ഗദയും കയ്യിൽ പിടിച്ച് അതും പ്രയാസത്തോടെ തൂക്കിപ്പിടിച്ച് തേരിലിരിക്കുന്ന അയാളെ കണ്ട് വാസുദേവകൃഷ്ണന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ആ ചിരി പൗണ്ഡ്രക വാസുദേവൻ ഇഷ്ടപ്പെട്ടില്ല. എടാ കപട വാസുദേവ, നീ എന്തിനാ എന്നെ കണ്ട് ചിരിക്കണത്? ഈ ചിരി നിന്റെ മരണരോധനായി മാറാൻ ഞാൻ ഈ ചക്രം ഒന്ന് ചുഴറ്റി എറിയേ വേണ്ടൂ. പൗണ്ഡ്രക വാസുദേവൻ ഇരുമ്പുചക്രം വളരെ പ്രയാസപ്പെട്ട് ചുഴറ്റിയെറിഞ്ഞു. അത് ദൂരത്തേക്ക് പോകാതെ തേർ കുതിരകളുടെ കാൽക്കൽ ചെന്ന് പതിച്ചു. കുതിരകൾ വേദന സഹിക്കാതെ തേർ പിൻവലിച്ച് തിരിഞ്ഞോടാൻ ഭാവിച്ചു. അപ്പോൾ പൗണ്ഡ്രക വാസുദേവൻ ഗദ വീശിയെറിഞ്ഞു. അത് ശരിക്കും കുതിരകളുടെ ദേഹത്തിൽ തന്നെ വീണു. കുതിരകൾ ചത്തു ചമ്മന്തിയായി. പൗണ്ഡ്രക വാസുദേവൻ തേരിൽ നിന്നിറങ്ങി കൃഷ്ണന്റെ നേർക്ക് ഓടിച്ചെന്നു. തന്റെ നോട്ടം കൊണ്ട് തന്നെ കപട വാസുദേവൻ ഭസ്മമായി പോകുമെന്നായിരുന്നു അയാളുടെ വിശ്വാസം. കൃഷ്ണൻ തന്റെ സുദർശന ചക്രം പൗണ്ഡ്രക വാസുദേവന്റെ നേരെ വിട്ടു. ചക്രം അയാളെ ചുട്ടുചാരമാക്കി കൃഷ്ണന്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തി. അത്രയും കാലം വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന് ഞങ്ങളെല്ലാം വിശ്വസിച്ചിരുന്ന പൗണ്ഡ്രക വാസുദേവൻ ചാമ്പലായി തീർന്നത് കണ്ട് അയാളുടെ സേവകന്മാരും സൈന്യവും പടക്കളം വിട്ടോടി. വാസുദേവകൃഷ്ണൻ വെണ്ണീർ കൂമ്പാരത്തിൽ വലതു കൈവച്ച് അനുഗ്രഹിച്ചു. നീ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാനും നീയും ഒന്നാണെന്ന് സങ്കല്പിച്ച് എന്നെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിനക്ക് കൈവല്യ പദപ്രാപ്തിക്കുള്ള അർഹതയുണ്ട്. കൃഷ്ണൻ പിന്തിരിഞ്ഞു നടന്ന് തേരിൽ കയറി ദ്വാരകയിലേക്ക് മടങ്ങി. 35. കൃഷ്ണനും ദുർവാസാവ് മുനിയും. ഒരു ദിവസം ദുർവാസാവ് മുനി ദ്വാരകയിൽ വന്നു.
ഭൂമിയിലെങ്ങും കിട്ടാത്ത പൂക്കൾ വേണം എനിക്ക് ഭഗവൽ പൂജയ്ക്ക്. മനുഷ്യൻ തീയിൽ പാകം ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണമോ ഭൂമിയിലുണ്ടാവുന്ന പഴങ്ങൾ മുതലാവയോ ഞാൻ ഭക്ഷിക്കുകയില്ല. ഭൂമിയിൽ മാത്രം കിട്ടുന്നതും സ്വർഗ്ഗലോകത്തിൽ ഇല്ലാത്തതുമായ സാധനം ഭക്ഷണാനന്തരം എനിക്കു കിട്ടണം. ഞാൻ കുളിക്കാൻ പോവാണ്. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്കിതെല്ലാം ഒരുക്കി തരണം. ദുർവാസാവിന്റെ ആവശ്യങ്ങൾ കേട്ട് രുക്മിണിയും സത്യഭാമയും നടുങ്ങി. കൃഷ്ണൻ ശരി ഋഷേ, എല്ലാം ശരിപ്പെടുത്താമെന്ന് ഏറ്റു പറഞ്ഞു. അങ്ങ് എവിടെന്നാണ് ഭൂമിയിലെങ്ങും കിട്ടാത്ത പൂക്കളും ഭക്ഷണവും ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് രുക്മിണി ഉത്കണ്ഠയോടെ ചോദിച്ചു. കൃഷ്ണൻ ഉദ്യാനത്തിലെ താമരപ്പൊയ്കയിൽ നിന്ന് ഒരു പൂ പറിച്ചെടുത്ത് ആകാശത്തിലേക്ക് എറിഞ്ഞു. പൂ താഴെ വീണില്ല. 2 മാത്രയ്ക്കുള്ളിൽ സ്വർഗ്ഗലോകത്തിലെ കൽപ്പകവൃക്ഷത്തിൽ നിന്ന് പലതരം പൂക്കളും കാമധേനുവിന്റെ അകിട്ടിൽ നിന്ന് പഴങ്ങളും രുചികരമായ ഭക്ഷ്യവസ്തുക്കളും നിറച്ച സ്വർണ്ണപാത്രങ്ങളും കൃഷ്ണന്റെ മുമ്പിലെത്തി. പൂക്കളുടെയും ഭക്ഷണത്തിന്റെയും പ്രശ്നം പരിഹൃതമായല്ലോ. 3ാമത്തെ സംഗതി എളുപ്പാണ്. നമ്മൾ പാരിജാത വൃക്ഷത്തിന്മേൽ പടർന്നു കിടന്നിരുന്ന വെറ്റിലവള്ളി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നത് സത്യഭാമ ഓർക്കുന്നില്ലേ? ആ വള്ളി ഇപ്പോൾ സ്വർഗത്തിലില്ല, ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. അത് പറിച്ച് മഹർഷിക്ക് ഭക്ഷണത്തിന് ശേഷം താമ്പൂലം ഒരുക്കി കൊടുക്കാം. തൽക്കാലത്തെ പരിഭ്രമത്തിനിടയിൽ വെറ്റിലവള്ളിയുടെ കാര്യം സത്യഭാമ മറന്നുപോയിരുന്നു. അത് ഓർമ്മ വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കുളിച്ചു വന്നപ്പോൾ പൂജയ്ക്ക് സ്വർലോക പുഷ്പങ്ങളും പൂജ കഴിഞ്ഞപ്പോൾ ദേവഭോഗ്യ ഭക്ഷ്യങ്ങളും കൂടാതെ താമ്പൂലവും പാകത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത് കണ്ട് മുനി സന്തുഷ്ടനായി. കൃഷ്ണനെ പരീക്ഷിച്ചതാണെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഋഷി ദ്വാരകയിൽ 2-3 ദിവസം താമസിച്ചു. പൂക്കളുടെയോ ഭക്ഷണത്തിന്റെയോ ഷാഢ്യമൊന്നും പിന്നീടുണ്ടായില്ല. കഥകൾ പറഞ്ഞു പറഞ്ഞ് ശർവാംഗജനായ മഹർഷി കൃഷ്ണനെയും പത്നിമാരെയും രസിപ്പിച്ചു. ഒരു ദിവസം അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞു, എനിക്ക് നല്ല കൊഴുത്ത പാൽപ്പായസം ഉണ്ടാക്കി തരൂ. ഭൃത്യന്മാരോ പത്നിമാരോ പായസം ഉണ്ടാക്കാൻ പാടില്ല, അങ്ങ് തന്നെ ഉണ്ടാക്കണം. കോപശീലനായ മുനിയെ ഭയപ്പെട്ട് കൃഷ്ണൻ സ്വയം അടുക്കളയിൽ ചെന്ന് പാത്രത്തിൽ പാലൊഴിച്ച് ഉണങ്ങല്ലരി കഴുകിയിട്ട് പായസം കുറുക്കി തുടങ്ങി. നല്ലവണ്ണം കൊഴുത്തപ്പോൾ കൃഷ്ണൻ തന്നെ കൈക്കല കൊണ്ട് ഉരുളിയെടുത്ത് ഋഷിയുടെ മുൻപിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്ത് പായസം വിളമ്പാൻ തവിയും കഴിക്കാൻ തളികകളും കൊണ്ടുവരാൻ പോകുന്നതിന് ഭാവിച്ചു. അപ്പോൾ മഹർഷി തടഞ്ഞു. നിൽക്കൂ, ഈ പായസം എനിക്ക് കഴിക്കാനുള്ളതല്ല, അങ്ങടുത്ത് വരൂ. കൃഷ്ണൻ മുനിയുടെ അടുത്ത് ചെന്നിരുന്നു. ഋഷി നല്ല ചൂടുള്ള പായസം വലത്തെ കൈക്കുമ്പിളിലെടുത്ത് ചൂടോടെ കൃഷ്ണന്റെ ദേഹത്തിൽ തേച്ചു. തല മുതൽ ദേഹമാസകലം പായസം തേച്ച് പിടിപ്പിച്ചു. കൃഷ്ണൻ ചൂട് സഹിച്ചും മധുരവും കൊഴുപ്പും കൊണ്ട് ഒട്ടിപ്പിടിക്കുന്ന വൃത്തികേട് പുറത്തും നിശബ്ദമിരുന്നു. ഭഗവാന്റെ പത്നിമാർ അതുകണ്ട് മഹർഷി പറഞ്ഞത് കേൾക്കാതെ പതുക്കെ കരഞ്ഞു തുടങ്ങി. മുനി അതൊന്നും വലവച്ചില്ല. കൃഷ്ണന്റെ തലയിലും ശരീരത്തിലും തേച്ചു കഴിഞ്ഞപ്പോൾ കാലടികളിലേക്ക് പായസം തികഞ്ഞില്ല. തുടച്ചെടുത്തപ്പോഴും ഇടത്തെ കാലടി മാത്രമേ മൂടാൻ കഴിഞ്ഞുള്ളൂ. അതു കഴിഞ്ഞ് ഋഷി പറഞ്ഞു, എനിക്ക് ഭയം ഉണ്ടായിരുന്നു. അങ്ങയുടെ ദേഹത്തിൽ അമ്പോ വാളോ കഠാരിയോ കത്തിയോ ഗദയോ എന്തായുധമായാലും ഏൽക്കാതിരിക്കാനാണ് ഞാൻ ഈ സുരക്ഷാപ്രയോഗം നടത്തിയത്. എന്നാൽ വലത്തെ കാലിന്മേലേക്ക് പായസം തികഞ്ഞില്ല. ആ കാൽ അരക്ഷിതമായിട്ടാണ് ഇരിക്കുന്നത്. വിധി നിയോഗമാവാം. മുനി നിറമിഴികളോടെ കൃഷ്ണനോട്, കൃഷ്ണ, ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചാൽ മരണം നിശ്ചയാണ്. എന്നാലും അങ്ങയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കിയെന്നേയുള്ളൂ. അത് വ്യർത്ഥായി. അങ്ങയാണ് അത് വിഫലമാക്കിയതെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് വിടവാങ്ങിപ്പോയി.